പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 30-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സുഭാഷ പ്രണവാനന്ദ ക്രാന്തിവീരോ വിനായക ഠക്കരോ ഭീമരാവശ്ച ഫുലേ നാരായണോ ഗുരുഹു. ഇതിൽ ഇന്ന് പഠിക്കേണ്ടത് ജ്യോതിബ ഫുലെയെക്കുറിച്ചാണ്. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ഹൻവാഡിലാണ് ഗോവിന്ദറാവുവും കുടുംബവും താമസിച്ചിരുന്നത്. മായി എന്ന ജാതിയിൽപ്പെട്ട ഇവർക്ക് തോട്ടപ്പണിയായിരുന്നു കുലത്തൊഴിൽ. എന്നാൽ അപ്പൂപ്പനും അച്ഛനും കച്ചവടം ചെയ്ത് സമ്പന്നരായി. 1827 ഏപ്രിൽ 11 ജ്യോതിബ ജനിച്ചു. അച്ഛൻ പൂക്കച്ചവടം നടത്തിയിരുന്നതിനാൽ കുലപ്പേര് ഫുലെ എന്നറിയപ്പെട്ടു. ഗോവിന്ദറാവു വിവാഹം, സമ്മേളനം, സ്വീകരണങ്ങൾ എന്നിവിടങ്ങളിൽ പൂക്കൾ എത്തിച്ചു കൊടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ജ്യോതിബായും അച്ഛനെ കച്ചവടത്തിൽ സഹായിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു ബന്ധുവിൻ്റെ നിർബന്ധപ്രകാരം സ്കോട്ടിഷ് സ്കൂളിൽ ചേർന്ന് പഠിക്കുവാനും ആരംഭിച്ചു. 13-ാം വയസ്സിൽ സാവിത്രിബായിയുമായുള്ള വിവാഹം നടന്നു. 1847 പഠനം പൂർത്തിയായി. സാധാരണ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ജ്യോതിബായുടെ ജീവിത ദിശ മാറ്റിമറിച്ചത് തൻ്റെ കൂട്ടുകാരനായിരുന്ന ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ്. ജ്യോതിബ മാലി ജാതിക്കാരൻ ആണെന്നറിഞ്ഞ വരൻ്റെ ബന്ധുക്കൾ അയാളെ പുറത്താക്കുകയും കഠിനമായിട്ട് അപമാനിക്കുകയും ചെയ്തു. തന്നെ ജാതിയുടെ പേരിൽ അപമാനിച്ചതിൽ മനംതൊന്ന അദ്ദേഹം ജാതി സമ്പ്രദായത്തിനെതിരെ പൊരുതുവാൻ പ്രതിജ്ഞ ചെയ്തു. അക്കാലത്ത് തോമസ് പെയിനിൻ്റെ റൈറ്റ്സ് ഓഫ് മാൻ എന്ന ഗ്രന്ഥം വായിക്കാനിടയായി. ഇതോടെ സ്പഷ്ടമായ ദിശയും കർമ്മപദ്ധതിയും ഫുലെയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. വിദ്യാഭ്യാസത്തിലൂടെയാണ് അധസ്ഥിത വിഭാഗങ്ങളെ ഉയർത്തേണ്ടതെന്ന് അദ്ദേഹം കണ്ടെത്തി. പഠിക്കുമ്പോൾ വിവരമുണ്ടാകും, വിവരമുണ്ടായാൽ സദാചാരം പാലിക്കും, സദാചാരത്തിലൂടെ പുരോഗതി ഉണ്ടാവും. വിവരമില്ല എങ്കിൽ സദാചാരമില്ലാതെ അധോഗതി, ദാരിദ്ര്യം, അടിമത്തം എന്നിവ സഹിക്കേണ്ടി വരും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. നിലവിലുള്ള ജാതി വ്യവസ്ഥ തകർക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നിന്നും തുടങ്ങണമെന്ന് നിശ്ചയിച്ച അദ്ദേഹം മഹിളാ വിദ്യാഭ്യാസമാണ് സമൂഹ പുരോഗതിക്ക് അത്യാവശ്യമെന്ന് തിരിച്ചറിഞ്ഞു. സ്ത്രീകൾ സ്വതന്ത്രരും വിദ്യാസമ്പന്നരുമായാൽ സമൂഹം പുരോഗതി കൈവരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനായി അദ്ദേഹം മുൻകൈയെടുത്തു. 1848 അണ്ണാ സാഹിബ് ചില്ലൂക്കറുടെ സ്ഥലത്ത് ഭാരതത്തിലെ ആദ്യത്തെ കന്യാവിദ്യാലയം അദ്ദേഹം തുടങ്ങി. ഇതേ തുടർന്ന് 3 കന്യാവിദ്യാലയങ്ങൾ കൂടി ആരംഭിച്ചു. വിദ്യാലയത്തിൽ പെൺമക്കളെ അയക്കുവാൻ യാഥാസ്ഥിതിക സമൂഹം വിസമ്മതിച്ചപ്പോൾ ആദ്യ വിദ്യാർത്ഥിനിയായി തൻ്റെ ഭാര്യയെ തന്നെ ഫുലെ ചേർത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രിബായി 1857 അതേ വിദ്യാലയത്തിൽ അധ്യാപികയായി തീർന്നു. ഭാരതത്തിലെ ആദ്യത്തെ പിന്നോക്ക വിഭാഗത്തിലെ മഹിളാ അധ്യാപികയായിരുന്നു ഫുലെയുടെ ഭാര്യയായ സാവിത്രിബായി. സാമൂഹ്യ പരിഷ്കാരം വീട്ടിൽ നിന്ന് ആരംഭിക്കണമെന്ന കാഴ്ചപ്പാടോടെ ജ്യോതിബ ഫുലെ തൻ്റെ വീട് എല്ലാ ജാതിക്കാർക്കും തുറന്നുകൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുലത്തിനേക്കാൾ ജാതിയിൽ താണ ധാരാളം വർഗങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം തൻ്റെ വീട് തുറന്നു കൊടുത്തു. തൻ്റെ വീട്ടിൽ തന്നെ നല്ലൊരു പുസ്തകാലയവും അദ്ദേഹം ആരംഭിച്ചു. വിധവാ വിവാഹം അനുവദിക്കണമെന്ന് മാത്രമല്ല, വിധവകളെ മുടിവടിക്കാനും വെള്ളവസ്ത്രം ധരിക്കാനും വീട്ടിൽ മാത്രം ഒതുക്കാനും മംഗളകർമ്മങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാനും പാടില്ലെന്നും അദ്ദേഹം നിലപാടെടുത്തു. 10-13 വയസ്സുള്ള പെൺകുട്ടികളെ വൃദ്ധന്മാർ വിവാഹം കഴിക്കുന്നതിനെ അദ്ദേഹം എതിർത്തു. ചെറുപ്രായത്തിൽ തന്നെ വിധവകളാകുന്നതും അവർ പലപ്പോഴും നിരവധി പീഡനങ്ങൾക്കും കൊലയ്ക്കും തന്നെ വിധേയരാകുന്നതുകൊണ്ട് മനസ്സുനൊന്ത ജ്യോതിബ ഫുലെ 1854 വിധവകൾക്കായി മഹിളാ സദനം ഒരുക്കി. അവരുടെ ഉന്നമനത്തിനായി പഠന സൗകര്യം, തൊഴിൽ പരിശീലനവും ഏർപ്പെടുത്തി. വിധവാ വിവാഹത്തിനും അദ്ദേഹം മുൻകൈയെടുത്തു. ഇതെല്ലാം യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ വൻ എതിർപ്പിന് കാരണമായി. എന്നാൽ ബ്രാഹ്മണരടക്കമുള്ള നിരവധി സുഹൃത്തുക്കളും കൊഹ്ലാപൂർ രാജാവും ഇതിനെല്ലാം പിന്തുണയും
സഹായ സഹകരണവും നൽകി. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് ബോംബെ ഗവർണർ 1858 ജ്യോതിബ ഫുലെയെ ആദരിച്ചുകൊണ്ട് കീർത്തിപത്രം, പതക്കം എന്നിവ നൽകി. അദ്ദേഹം വിഗ്രഹാരാധനയെ തീർത്തും എതിർത്തു. തങ്ങളുടെ മേധാവിത്വം മറ്റുള്ളവന്മേൽ സ്ഥാപിക്കാനാണ് ബ്രാഹ്മണർ ജാതി വ്യവസ്ഥ നിർമ്മിച്ചതെന്നും ജാതിയെ തീർത്തും നിരാകരിക്കണമെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു. ആര്യന്മാർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് തെളിയിക്കാനുള്ള കള്ളക്കഥകൾക്കെതിരെ അദ്ദേഹം ഉറച്ച നിലപാടെടുത്തു. ഇത്തരം പാരമ്പര്യങ്ങളെ വെല്ലുവിളിക്കുന്നതിനും അദ്ദേഹം തയ്യാറായി. മതാചാരങ്ങളെ ഒഴിവാക്കി നൈതിക മൂല്യങ്ങളെ അടിത്തറയാക്കിക്കൊണ്ടുള്ള ഒരാദർശ കുടുംബ വ്യവസ്ഥയും വിദ്യാഭ്യാസവുമാണ് വേണ്ടത് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. തൻ്റെ സിദ്ധാന്തങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ 1873 അദ്ദേഹം സത്യശോധക് സമാജമുണ്ടാക്കി. ജാതി വ്യവസ്ഥ, വിഗ്രഹാരാധന എന്നിവയോടൊപ്പം വേദങ്ങളെയും അദ്ദേഹം പൂർണ്ണമായും നിരസിച്ചു. ജാതിയും മതഗ്രന്ഥവും അധസ്ഥിത വിഭാഗങ്ങൾക്ക് അടിമത്തമല്ലാതെ ഒന്നും തന്നിട്ടില്ല എന്നതായിരുന്നു ജ്യോതിർബായുടെ അഭിപ്രായം. നിരന്തരം അടിച്ചമർത്തപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ ആദ്യമായി മറാഠി വാക്കായ ദളിത് പ്രയോഗിച്ചത് അദ്ദേഹമാണ്. സത്യശോധക് സമാജ് ഒരു മതവിഭാഗമെന്ന രീതിയിൽ ഇന്നും സക്രിയമാണ്. നാട്ടിലെ 60 ഏക്കർ സ്ഥലത്ത് കൃഷിക്ക് പുറമെ പൂനെയിലും സത്താറയിലും കച്ചവടം, അതോടൊപ്പം നിർമ്മാണ ജോലികളുടെയും നിർമ്മാണ സാമഗ്രികളെയും എത്തിക്കുന്നതിനുള്ള കരാറുകൾ എന്നീ നിലകളിലും ഒരേ സമയത്ത് സാമ്പത്തിക മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചു. വ്യവസായം, കൃഷി എന്നിവയിലെ അനുഭവവും വിദ്യാഭ്യാസ പദ്ധതിയിൽ കൂട്ടിച്ചേർക്കണമെന്ന ആശയം അദ്ദേഹം സർ വില്യം ഹണ്ടറുടെ മുന്നിൽ അവതരിപ്പിച്ചു. 1878-82 കാലത്ത് പൂന നഗരസഭ അംഗമെന്ന നിലയിൽ മദ്യനിരോധത്തിനു വേണ്ടി ജ്യോതിബ ഫൂലെ പരിശ്രമിച്ചു. ഒരിക്കൽ കനോട്ടിലെ പ്രഭുവിനെയും പ്രഭുയെയും സ്വാഗതം ചെയ്യുന്ന പരിപാടി നടക്കുമ്പോൾ ജ്യോതിബ ഫുലെ ഒരു തനി നാടൻ കർഷകന്റെ വേഷത്തിൽ അതിൽ പങ്കെടുത്തു. തിളങ്ങുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ച ഈ സദസ്സിൽ ഉള്ളവരെ കണ്ടിട്ട് ഭാരതീയരെല്ലാം ഇങ്ങനെയാണ് എന്ന് ധരിക്കരുത്. കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഭാരതീയ കർഷകനെ നിങ്ങൾ സഹായിക്കണം എന്ന് അദ്ദേഹം ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുവാൻ പത്രങ്ങൾ, വാരികൾ എന്നിവ അദ്ദേഹം നടത്തിയിരുന്നു. കൂടാതെ തൃതീയ രത്ന, ബ്രാഹ്മൺ ചേകസാബ്, ഗുലാംഗിരി, ഛത്രപതി ശിവാജി തുടങ്ങിയ നാടകങ്ങളും അദ്ദേഹം രചിച്ചു. 1888 60 വയസ്സ് പൂർത്തിയായപ്പോൾ അദ്ദേഹത്തെ ആദരിക്കാൻ ഒരു വലിയ സഭ വിളിച്ചുകൂട്ടുകയുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മഹാത്മാ എന്ന പദവി സമ്മാനിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം മഹാത്മാ ജ്യോതിബ ഫുലെ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. യശ്വന്തറാവു ഫൂലെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. പിൽക്കാലത്ത് ദളിത് വിഭാഗങ്ങളുടെ രക്ഷകനായി അറിയപ്പെടുകയും നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, ദ്രാവിഡ സംഘടനകൾ, മഹാത്മാഗാന്ധിയുടെ ഹരിജൻ സേവക് സംഘം, അംബേദ്കറുടെ പാർട്ടി ഇതിനെല്ലാം പ്രേരണാ സ്രോതസ്സാവുകയും ചെയ്തത് ഇദ്ദേഹമായിരുന്നു. തളർവാദം പിടിക്കപ്പെട്ടതിനെ തുടർന്ന് 1890 നവംബർ 28 അദ്ദേഹം അന്തരിച്ചു. ഒരു സർവകലാശാലയും നിരവധി സ്ഥാപനങ്ങളും മഹാത്മാ ഫൂലെയുടെ പേരിൽ അറിയപ്പെടുന്നു. പിന്നോക്ക സമുദായങ്ങളുടെ ഉയർച്ച എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ അദ്ദേഹം ചെയ്ത സേവന പ്രവർത്തനങ്ങൾ എന്നും അറിയപ്പെടുന്നു, നിലനിൽക്കുന്നു. സജ്ജനങ്ങളെ, നാം പഠിച്ച ഈ മഹാത്മാവ് വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു, വേദങ്ങളെ നിരാകരിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഏകാത്മതാ സ്തോത്രത്തിൽ ഉൾപ്പെടുത്തിയത്? ഭാരതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് വേദം. നമ്മുടെ അടിസ്ഥാന ആചാരമാണ് വിഗ്രഹാരാധന. ഇവിടെയാണ് ഹിന്ദുത്വത്തിൻ്റെ മഹത്വം. ചില ആശയങ്ങളോട് വിയോജിച്ചു എന്നത് ഒരാളുടെ മഹത്വത്തെ കുറക്കുന്നില്ല. അദ്ദേഹം ഹൈന്ദവ സമൂഹത്തിൽ ജാതീയ ഉച്ചനീചത്വത്തിൽ ചതഞ്ഞെറിഞ്ഞു പോയ സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് അവരെ മതം മാറ്റുന്നത് തടയുകയാണ് ചെയ്യുന്നത്. ഒരാൾ പുലയ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകേണ്ടി വരുന്നത് അദ്ദേഹം ആ ജാതി വിഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ പരധർമ്മത്തെ സ്വീകരിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു.
കാരണം ഈ ജാതികളായ നമുക്ക് വ്യത്യസ്ത ജാതികൾ ചിന്തിക്കുമ്പോഴും നമുക്ക് ഒന്നാകുവാൻ വലിയ തടസ്സങ്ങളില്ല. പുലയനും പറയനും നായർക്കും നമ്പൂരിക്കും ശബരിമലയിൽ പോകുവാൻ തടസ്സങ്ങളില്ല, മറ്റു ക്ഷേത്രങ്ങളിൽ പോകുവാൻ തടസ്സങ്ങൾ ഇന്നില്ല. അതുകൊണ്ടൊരു ഹിന്ദുവിനെ എപ്പോഴും യോജിപ്പിക്കുവാൻ നമുക്ക് കഴിയും. ചില വിയോജിപ്പിന്റെ വഴികൾ ഉണ്ടെങ്കിൽ കൂടി. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ജാതിയുടെ പേരിൽ അന്യമതം സ്വീകരിക്കുവാൻ പാടില്ല. അതിനെ തടുത്തു നിർത്തുന്ന മഹാത്മാക്കൾ, അവർ വേദത്തെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിഗ്രഹാരാധനയെ അനുകൂലിച്ചാലും എതിർത്താലും അതെല്ലാം നമ്മുടെ ആചാര്യന്മാർ തന്നെയാണ്. ഈ ഭാവത്തിലാണ് നാം കാണേണ്ടത്. രണ്ടാമത്തേത്, ഈശ്വരവിശ്വാസിയായ വാൽമീകിയും ഈശ്വര നിഷേധിയായ ചാർവാകനും നമുക്ക് മഹർഷിയാണ്. രണ്ട് സംഹിതകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നറിയണം. വിശ്വാസവും അവിശ്വാസത്തെയും നമുക്ക് ഒരുപോലെ സ്വീകരിക്കുവാൻ കഴിയുന്ന വിശാലതയുമുണ്ട്. ഇതാണ് ഈ മഹാത്മാവിനെ ഇത്ര സമഗ്രമായി പഠിക്കുവാൻ കാരണം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.